ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 7 പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ ഏകദേശം 3 മണിയായേ, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചെമ്മീൻ കൂട്ടാൻ ഒരു ആഗ്രഹം. അപ്പം ഞങ്ങള് ഫ്രോസൺ ആയിട്ടുള്ള ചെമ്മീനാണ് ഇവിടെ കിട്ടുന്നത്. ഫ്രോസൺ ഒരു ചെമ്മീൻ മേടിച്ചത് 250 ഗ്രാം ചെമ്മീനാണ്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഈ ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാ നമുക്ക് നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടി ഇവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇച്ചിരി ഇതിനകത്തുനിന്ന് കുടഞ്ഞിങ്ങനെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിന് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാനിവിടെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കൂട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണ്. ഞാൻ നാരങ്ങ നീര് ഉപയോഗിക്കുന്നില്ല, വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഇച്ചിരി വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. കൈ വെച്ച് ഇളക്കുന്നതായിരിക്കും നന്നായിട്ട് നല്ലത്. കൈ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഇതിന്റെ അരപ്പൊക്കെ ഈ ചെമ്മീനെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ സമയമില്ല, 3 മണിയായി, വിശക്കാൻ തുടങ്ങി. അത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല അരമണിക്കൂറൊന്നും. നമ്മൾ ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്യാൻ പോവാണേ. ഇത് ഒരുമാതിരി നല്ല വലിയ ഫ്രൈ കൊഞ്ചാണ്. ഇത് കണ്ടോ, അതിന്റെ തലയെല്ലാം കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാ. ഇനി ഞാൻ നിങ്ങളൊരു സൂത്രം കാണിക്കാവേ. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മിക്കവർക്കും തന്നെ ഇത് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാരായിട്ട് കുറച്ച് പേരെ കാണത്തുള്ളൂ. ഇത് കണ്ടോ, ഇതെന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മത്തി. ചെറിയ മത്തിയാണ് ഇവിടെ കിട്ടുന്നത്. ചെറിയ മത്തിയാ. ഇത് ഞാൻ വെട്ടി മസാലയൊക്കെ തേച്ച് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇതും കൂടി ഇന്നിപ്പോൾ വറക്കാൻ പോവാ. കണ്ടോ, നമ്മുടെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇത് ഉണങ്ങിയ കരിവേപ്പില, അത് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീനില്ലേ, ഈ ചെമ്മീൻ ഉണ്ടല്ലോ, നമുക്കത് ഓരോന്നോരോന്ന് ഇട്ടിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന നല്ല ഫ്ലേവർ കിട്ടും. അത് കാരണമാണ്. പിന്നെ അടി പിടിക്കത്തില്ല. പിന്നെ നോൺ സ്റ്റിക്ക് ആയ കാരണം അടി പിടിക്കുകയല്ലോ. പച്ചക്കറിവേപ്പിലേക്ക് ഇടുന്നതാണ് ഇവിടെ നല്ലത്. നമുക്ക് പച്ചക്കറിവേപ്പില കിട്ടാൻ പാടായത് കാരണം ഉണക്ക കറിവേപ്പിലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കണം, ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഫ്രൈ ആയിട്ട് വരാൻ പാടാം. മസാല ഒന്നും കളയണ്ട. നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിടാവേ. ചെമ്മീൻ ഒത്തിരി വേവിക്കരുതെന്നാ, ഒത്തിരി ഫ്രൈ ആക്കരുതെന്നാ പറയുന്നത്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റബ്ബർ പോലെ ആയിപ്പോവും. ഒരു വശം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വശം കൂടെ ആവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. അപ്പം നമ്മൾ മീനൊക്കെ വറുത്തു, ചെമ്മീനും വറുത്തു, മത്തിയും വറുത്തേ. ഇനി നമ്മുടെ ഇന്നത്തെ കറി എന്താന്ന് ഞാൻ കാണിക്കട്ടെ. ചോറുണ്ട്, പിന്നെ നല്ല കൊഴുത്ത സാമ്പാർ. ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി. നല്ല സാമ്പാർ, അതുപോലെ നല്ല മത്തി ഫ്രൈ. ഇതിങ്ങനെ കറുത്തിരിക്കുന്ന കുരുമുളക് നന്നായിട്ട് അരച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ ഫ്രൈ, പിന്നെ നമ്മൾ തന്നെ ഇട്ട് അച്ചാറ്, ഇവിടെ തന്നെ ഇട്ട അച്ചാറ്. പിന്നെ ഇത് നാരങ്ങ അച്ചാറും
ഇതിനകത്തൊരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇത് ആപ്പിൾ അച്ചാർ, ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഇത്ര സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.